നമസ്കാരം. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ അവസാനം ഒരു ഭരണമാറ്റം ഇറാനിൽ സംഭവിക്കുന്നതോടുകൂടി അവസാനിക്കും എന്നാണോ? അങ്ങനെയല്ല. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൻ്റെ അവസാനം റസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു ഷാ ഭരണകൂടം ഇറാനിൽ അധികാരത്തിൽ വരുന്നു. ആ സംഘർഷം അവിടെ അവസാനിക്കുന്നു. എന്നാൽ മറ്റൊരു സംഘർഷം അവിടെ തുടങ്ങുന്നു. അതായത് പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും. ഇപ്പോൾ കേവലം സിന്ദൂർ ഒരു ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തുന്ന ആക്രമണമായിരിക്കില്ല, അതൊരു സംയുക്ത ആക്രമണം തന്നെയായിരിക്കും. ഇപ്പോൾ ഇറാനിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ തന്നെയായിരിക്കും ഇസ്രായേൽ അതിനൊപ്പം നിൽക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ആ ആക്രമണം എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് പാകിസ്ഥാൻ മൂന്നായിട്ട് വേർപിരിയേണ്ടി വരും. പാകിസ്ഥാൻ്റെ ഒരു ഭാഗം ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി മാറും. ഇനി സിന്ധ്, പഞ്ചാബ് പ്രൊവിൻസുകൾ ഒരു രാജ്യമായി മാറും. POKയും മറ്റ് അനുബന്ധ പ്രദേശങ്ങളും ഇന്ത്യയോടൊപ്പം ചേരും. അങ്ങനെയായിരിക്കും ആ യുദ്ധത്തിൻ്റെ പര്യവസാനം. എന്നാൽ അത് അവിടെയും തീരില്ല. എവിടെയൊക്കെ ഭീകരവാദമുണ്ടോ ആ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കും ആ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇതായിരിക്കും അവസ്ഥ. അതായത് ഭീകരവാദത്തെ ഇനി വച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്ന ഒരു രഹസ്യ അജണ്ട രൂപീകരിച്ചു കഴിഞ്ഞു ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും അടങ്ങുന്നത്. അമേരിക്ക എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും എന്നറിയില്ല. പക്ഷേ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ഈ സമരത്തിന് ഒരു രീതിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. അവർ കൃത്യമായ രീതിയിൽ ഈ രാജ്യങ്ങൾക്കെതിരെ ഒക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇന്ത്യയോടൊപ്പം വിവിധ രാജ്യങ്ങൾ നിൽക്കുവാൻ ഇപ്പോഴേ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഈ യുദ്ധത്തോടുകൂടി ഇറാൻ്റെ നടക്കുന്ന യുദ്ധത്തോടുകൂടി ഇത് അവസാനിക്കുന്നു എന്നല്ല, വളരെ കൃത്യമായി നെതന്യാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ യുദ്ധം ഭീകരവാദികൾ പതിയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കും എന്നത്. അതൊരു കൃത്യമായ സൂചന തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് മാറി നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഭാരതം നിരുപാധികമായൊരു പിന്തുണ ഇറാന് നൽകുന്നില്ല? ചില മേഖലകൾ കൂടെ, ചില ഏരിയകൾ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് ന്യായമില്ലേ എന്ന് തോന്നും. കാരണം അവരുടെ രാജ്യത്തിനകത്ത് കയറി, ഒരു പരമാധികാര രാജ്യത്തിനകത്ത് കയറി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്ത സൈന്യം അവരുടെ പരമാധികാരിയായ സുപ്രീം ലീഡറായ ആയത്തുള്ള അൽ ഖമനയെയാണ് വധിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധത്തിലുള്ള അവകാശവുമുണ്ട്. അവരുടെ സുപ്രീം ലീഡറിനെ വധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഈ യുദ്ധം നടത്തിയ അവരെ ആക്രമിച്ച രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കുവാൻ അവർക്ക് എല്ലാ തരത്തിലുള്ള അവകാശവുമുണ്ട്. തീർച്ചയായിട്ടും ന്യായം അവരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇറാനെ പിന്തുണയ്ക്കുവാനായിട്ട് രാജ്യങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇറാൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അത് ലോകത്തിൻ്റെ നാശമായിരുന്നു. മധ്യേഷ്യ പൂർണ്ണമായും പിടിച്ചടക്കുക എന്നത് തന്നെയായിരുന്നു ഇറാൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക, ഉന്മൂലനാശം വരുത്തുക. അതായത് ആണവ പദ്ധതി പൂർണ്ണമാകുന്നതോടുകൂടി ഒരു അണവായുധ യുദ്ധം തന്നെ ഇസ്രായേലിന് നേരെ നടത്തുകയും ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു ഇറാൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മണത്തറിഞ്ഞതിന് ശേഷവും അതിനുശേഷം ഇറാൻ പദ്ധതിയിടുന്ന മറ്റു പല ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇറാൻ ഈ രീതിയിൽ ഒറ്റപ്പെടുന്നത്. അതോടൊപ്പം ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ എങ്ങനെയാണോ, ഇതിൻ്റെ ഒരു പാറ്റേൺ വളരെ കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഇന്ത്യ എങ്ങനെയാണോ കിരാന കുന്നുകളിൽ ഒളിപ്പിച്ചു വെച്ച അണ്വായുധ ശേഖരം ഇന്ത്യ പാകിസ്ഥാൻ്റെ നശിപ്പിച്ചു കളഞ്ഞത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഈ ഇത്തരം ഭീകരവാദ രാജ്യങ്ങൾ അണ്വായുധം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തകർത്തെറിഞ്ഞ ശേഷം ആ രാജ്യത്തെ ചൊൽപ്പടിയിൽ നിർത്തുന്ന ഒരു അന്തർദേശീയ സംഘടന തന്നെ രൂപീകൃതമാകും. ഇവരെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് ഈ സംഘടനയ്ക്ക് പൂർണ്ണ അധികാരവും നൽകും. ഇനിയിപ്പോൾ ഗസയിലെ സമാധാന ദൗത്യം വളരെ കൃത്യമായി ഗസയെ സർവേയിൽ ചെയ്യുന്ന, ഗസയെ നിരീക്ഷിക്കുന്ന ഒരു അന്തർദേശീയ സമൂഹമുണ്ടാകും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ രാജ്യങ്ങളൊക്കെയും പോകുന്നത്. അതായത് ലോക സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. മോദിയുമായിട്ട് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടന്നു. വളരെ സന്തോഷകരമായിട്ടാണ് ഇസ്രായേലും ഇന്ത്യയും പിരിഞ്ഞത്. അത് കേവലം ഒരു നന്ദി പ്രകടനം, അതായത് ഇസ്രായേലിനൊപ്പം നിന്ന് നന്ദി പ്രകടനമായിരുന്നില്ല, അത് സമഗ്രമായി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ആ ഫോൺ കോളിന് പിന്നിൽ. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.